ഹേ ഗൈസ്, സോ നമുക്ക് ഇന്ന് ഫ്രൈഡേ ഔട്ടിംഗ് ആണ്. ബട്ട് നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാം. അപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങളിവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. പക്ഷെ 4 മണി ആയതേ ഉള്ളൂ. 4:30ക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുള്ളൂ. ഞങ്ങൾ പക്ഷെ നേരത്തെ ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്ത് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ റാപ്പിഡോയിൽ ബുക്കാക്കി 4:30 വരും. സോ നമുക്ക് വണ്ടി വന്നിട്ട് വേണം. നമ്മുടെ കോളേജിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് നിയമങ്ങൾ പറഞ്ഞുതരാം. ഈ കൈയുള്ള ഡ്രസ്സിന് നമ്മൾ സ്കാർഫ് ഇടണം. എന്തിനാ എന്ന് എനിക്കറിയത്തില്ല. കയ്യില്ലാത്ത ഡ്രസ്സ് വേണ്ട, സ്കാർഫ് ഇടണം. ഇവിടെ മാത്രം, ഇവിടെ ആഴ്ച നിയമം മാറും. ഭയങ്കര എന്താ ജയിൽ ഇതിനേക്കാളും ഭേദം. നമ്മളിവിടെ വന്നു. കുഴപ്പമൊന്നുമില്ല. നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നതിനേക്കാളും ഞങ്ങൾ വണ്ടിയിൽ പറന്നത് എങ്ങനെയൊക്കെയോ എത്തി. കുഴപ്പമില്ല. ഇപ്പം നമുക്കറിയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ ഞങ്ങൾ കോളേജിൽ പറയുന്നത് ഞങ്ങളുടെ അമ്മൂൻ്റെ കൂടെ ബൈക്കിൽ കയറിപ്പോയി 3 ഗേൾസ് കോളേജ് ഹോസ്റ്റൽ ഫ്രണ്ടിന്നാണ് ഞങ്ങൾ പോയത്. അപ്പം പിന്നെ നാളെ അങ്ങനെ പറയുമല്ലോ. ഗൈസ്, ഞങ്ങളെ കാർ ഇവിടെ നിന്ന് ഇറക്കി വിടും. ഇവിടുത്തെ ഒരു പുള്ളി ഞങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾക്ക് വിശക്കുന്നു. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയമാണ് ഇവിടെ വന്ന് ഗൈസ്. നമ്മളൊരു ടീഷർട്ട് നോക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ആധാരം പണയം വെച്ചാലേ നമുക്ക് ടീഷർട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട ടീഷർട്ടിന് ഇവിടെ കണ്ട ടീഷർട്ടിന് ഇവിടെ 2000 രൂപ. പക്ഷെ അതിനകത്ത് 200 രൂപയുള്ളൂ. നമ്മൾ ടീഷർട്ട് വില റേറ്റ് കുറവിന് കിട്ടുമോ നോക്കുക. എന്താ പറയാനുള്ളത് രാജേഷ്? ഞങ്ങൾ 3 മൊണ്ണകളെ പോണക്ക് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഞങ്ങൾ നാട്ടിലുള്ള മൊണ്ണകളായിട്ട്. അതെ, ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അല്ലെങ്കിൽ ചുമ്മാ ഈ കുറേ നേരത്തേക്കൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മളിവിടെ ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ടാണ് വന്നത്. നല്ല ലൈറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പിടിച്ചപ്പം പുതിയ കടയിൽ നിന്ന് അവിടുന്ന് മതി. അവിടുത്തെ ഏതൊക്കെയാ നല്ലത്? അല്ല, അവിടുത്തെ നല്ലത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ നമ്മൾ ഇവിടെ വന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വന്നില്ല. നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് അങ്ങ് പോയി. 3 വർഷത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും ഇവിടെ വന്നു. നിങ്ങളൊന്ന് ഓർത്ത് ഹോസ്റ്റലിൽ പഠിക്കുന്നവരുടെ എന്താ അവസ്ഥയാണ്? ലൊക്കേഷനാണ്. 2 കുറ്റം പറ. കോളേജിന് 2 കുറ്റം എന്ത് പറയാനാ? ഞാൻ അറിയാം. എന്നോട് പറയുക പോയിട്ട് ഷാൾ ഇട്ടിട്ട് വരാൻ. ഇല്ല, ഞാൻ എന്റെ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. എന്ത് ഷാൾ ഇടണം? കൈ കാണാൻ പാടില്ല. അത് ഇത്രയും കൈ ഉണ്ട്. പോട്ടെ, വള്ളി പുണക്കത്തേക്കാണ് പിന്നെയും പോട്ടെ എന്ന് വെക്കാം. ഇത് എന്ത് വട്ടൊക്കെയാണ്? 65+. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിയും. അതെ, ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിയും. ഫ്രണ്ടിലോട്ട് പോവാം. നമുക്കിനി ഫ്രണ്ടിലോട്ട് നടക്കാം. പൊക്കി പിടിക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് കറങ്ങി അതെ തിന്നിട്ടൊക്കെ ആ സാധനത്തിലൊക്കെ കയറായിരുന്നു. തലയ്ക്ക് പിടിച്ചത് കിട്ടില്ല. അതെ നമ്മുടെ വണ്ടിക്കാർ ഇപ്പോൾ വരും. പിന്നെ നമ്മളൊന്നും കഴിച്ചില്ല കുടിച്ചില്ല, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു റൂമിൽ പോയിട്ട് എങ്ങനെ എത്തിക്കാൻ പോകും ചായയും കഴിക്കാന്ന്. അതിവിടെ നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഞങ്ങൾ 15 മിനിറ്റ് കൊണ്ട് ആരും ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും അല്ലേ? ഇങ്ങനെ മൊണ്ണ കളിച്ചിടക്കും കിട്ടും. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരില്ല, എല്ലാവരെയും വന്നില്ല. സമയപ്പം അതെ നാട്ടിലില്ല, നാട്ടിൽ പോയി. എല്ലാവരെയും സമയപ്പം കാലം മാറി. ഇതാണ് പ്രശ്നം. ഞങ്ങൾ അതെ ഞങ്ങൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഞങ്ങൾ സ്പീഡിൽ പോയില്ലെങ്കിൽ ഞങ്ങളുടെ 2 ആഴ്ചത്തെ അല്ല ഒരാഴ്ചത്തെ ഔട്ടിങ് കട്ട്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഔട്ടിങ് കട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ നമ്മൾ ഫോട്ടോ ഊബർ ചേട്ടൻ എടുത്ത് ചെന്നിട്ട് കാണിക്കാം. പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഭയങ്കര സ്പീഡ് ഞങ്ങൾക്ക് സമയത്ത് ചെല്ലത്തില്ല. ഗൈസ് നമ്മൾ എങ്ങനെയൊക്കെയോ ക്യാമറ ഉണ്ട്, ഊരി വെക്കാൻ പറ്റത്തില്ല. ഊരി വെക്കാൻ മാഡം ക്യാമറ ഉണ്ട്, ഊരി വെക്കാൻ. എന്താ പറയാ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ പറഞ്ഞ സമയത്തേക്കാളും നേരത്തെ എത്തി. അതെ എങ്ങനെയൊക്കെയോ എല്ലാവരും ലേറ്റാ. നമുക്ക് കയറാം വാ. ഞങ്ങൾ കയറട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് ഔട്ടിങ് കട്ടണം, പക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾ പരീക്ഷയുണ്ട്, മറ്റന്നാൾ ഞങ്ങൾക്ക് പരീക്ഷ, അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾ കറങ്ങാൻ പോയിട്ട് നമ്മൾ റൂമിൽ വന്നു. നമ്മളെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. ഈ ആകെ 1.5 മണിക്കൂർ ഔട്ടിങ്ങും ഉണ്ട്. ആ 1.5 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വരാൻ അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ 1/4 മണിക്കൂർ എടുക്കും. ഇവർ എന്താ ഇങ്ങനെ? എന്നിട്ട് ഇവർ കയറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കയറ്റി കിട്ടും. അറിയത്തില്ല ഇനിയിപ്പോൾ നാളെ അടുത്ത ആഴ്ച ഔട്ടിങ് കട്ടാണോന്ന് അറിയത്തില്ല. പിന്നെന്താ ചായ വെക്കുമ്പം കാണാം. നമ്മൾ വന്നു, ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായ കുടിക്കാൻ പോവാണ്. ബട്ട് ചായന് തിളഞ്ഞു വരണം. തിളച്ച് വരണം. അപ്പോഴത്തേക്കിനും നമുക്കിനും തിന്നാൻ നേരം കാണാം. ബൈ. ഞാൻ ഉണ്ടാക്കിയ ചായ ഇത് കുടിച്ചിട്ട് രാജേഷിന്റെ അഭിപ്രായം പറയും. എല്ലാവരേക്കും എന്താണ് പറയാൻ പറ്റുന്നത്? അതെ, ഒരു നിമിഷം വീട്ടിലെ എല്ലാം അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങാനും അടിക്ക് പിടിക്കുമായിരുന്നെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പൊ ചായപ്പൊടിയുടെ അന്ന് പറയുമായിരുന്നു. ഇച്ചിരി കൂടെ ഇതിൻ്റെ അതിന് മട്ടുണ്ട്. രാജേഷിന് ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? പറ്റുന്നില്ല, വരുന്നില്ല. ഞാൻ പറയാം ഗൈസ്, എല്ലാം വരെ സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്നിട്ട് ഞാൻ പറയട്ടെ, കുറച്ച് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അല്ലാമരി അപ്പൊ ഡ്രസ്സ് മര്യാദക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അല്ലാമരി വിചാരിച്ചു അത് ചുമ്മാതെ ഇട്ട ഡ്രസ്സാന്ന് കരുതിയിട്ട് അല്ലാമരി ഇപ്പൊ 2ാമത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരി അഭിനയിച്ച് തരുവാണ്. അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അത് കിട്ടത്തില്ല, അത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. പറഞ്ഞോ, പറ. ആസ്വദിക്കുക. സൂപ്പർ ഡൂപ്പർ കിടിലോസ്കി പറ. നമ്മളിത് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ്
Oh my God. അലിൻ ജോസ് പെരേരയെ കുറിച്ച് പറഞ്ഞത് കിട്ടിയില്ലല്ലോ. അലൻ ജോസ് പെരേരെ കുറിച്ച് പറഞ്ഞത് കിട്ടിയില്ല. ഇല്ല പറ. അല്ലാമലേക്ക് അലൻ ജോസ് പെരേര ഈ വീഡിയോ കാണുവാണെങ്കിൽ അലിൻഡാമരിയനെ കോണ്ടാക്ട് ചെയ്യുക. അല്ലാമലേക്ക് ക്രഷ് ഉള്ളതാണ്. ഒരു വരിയും 50 അക്ഷരത്തിൽ. അതെ, അലൻ ജോസ് പെരേര അല്ലമരിനെ കൊണ്ടുപോകണ താങ്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റീച്ച് കിട്ടുന്നതാണ്. കാരണം ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിൻ്റെ 50 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യെസ് ഗൈസ്, നമ്മുടെ ഔട്ടിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത തവണ ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇവരിവിടെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യാൻ പറ. Subscribe, like and share. ഓക്കെ ബൈ. ഞങ്ങളുടെ കൂടെ വേറെ ബ്ലോഗർ ഉണ്ടായിരുന്നേ. ഇപ്പൊ കുഴിപറ്റി അതിൻ്റെ കിടക്കാം. ഉണ്ടോ? ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്ന വ്ളോഗറായിരുന്നു. ഇപ്പം അന്തരിച്ചു പോയി. വ്ളോഗിങ് അന്തരിച്ചു പോയി. അപ്പം ഓക്കെ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.